ഡേ ആ എന്താ അമ്മേ? അപ്പൊ എങ്ങനെ നീ നിന്റെ വീട്ടിലോട്ട് പോവല്ലയോ? ഇല്ലമ്മേ, ഞാൻ പോണില്ല. ഞാൻ പോയി കഴിഞ്ഞാൽ മോളുടെ ട്യൂഷൻ മുടങ്ങും. ഒന്നാമത് ഇപ്പം കൊണ്ട് ചേർത്തല്ലേ ഉള്ളൂ. ഒരാഴ്ചത്തെ കാര്യമല്ലേ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അമ്മ പോയിട്ട് വാ. ഡേ അതെങ്ങനെ ശരിയാകും? ട്യൂഷനൊക്കെ പിന്നെ വിടാം. നീ വീട്ടിൽ പോയല്ലോ ഒരാഴ്ച. വേണ്ടമ്മേ, അവിടെ നിന്നാലും അമ്മ രാവിലെ ജോലിക്ക് പിന്നെ വൈകിട്ടാകും വരാം. ഇവിടെ നിന്നാൽ മോളെ എങ്ങനെ ട്യൂഷന് വിടാലും കുഴപ്പമില്ല, ഞാൻ നിന്നോളാം. നീ എന്തേലും ചെയ്, നിന്റെ തന്നിഷ്ടമല്ലേ നടക്കുന്നത്. അമ്മ എന്താ ഇങ്ങനെ? എന്റെ ജോലി ഒതുക്കട്ടെ. അവനെ ഒന്ന് വിളിക്കട്ടെ. ഹലോ ഹലോ എടാ പിന്നെ നിന്റെ പെങ്ങളെ വിളിച്ചു പറഞ്ഞു അവക്ക് സുഖമില്ലെന്ന്. ഒരാഴ്ച ഞാൻ അവിടെ പോയി നിൽക്കാൻ പോവാ. എടാ ഞാൻ ഇവിടുത്തെ പറഞ്ഞു നീ ഒരാഴ്ച അവിടെ അമ്മയുടെ അടുത്ത് ഈ പിള്ളേരുമായിട്ട് അവിടെ പോയി നിൽക്കാനെന്ന്. അവള് പോകുന്നില്ല. അവള് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അവള് ഇവിടെ നിന്ന് എടാ അവളിവിടെ ഒറ്റയ്ക്ക് നിർത്താൻ പോവാ. എന്താ വിശ്വസിച്ച് ഇവിടെ നിർത്തും ഒറ്റയ്ക്ക്? അപ്പുറത്താണെന്ന കാര്യമൊക്കെ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പുറത്തെ പെൺപിള്ളേരുടെ കാര്യം അവളടുത്ത് പറഞ്ഞിട്ട് അവള് കേൾക്കുന്നില്ല. അവൾ എന്തെങ്കിലും തോന്നിയ ദിവസം ചെയ്യട്ടെ, എനിക്കറിയത്തില്ല. ഞാൻ പറയാനുള്ള പറഞ്ഞു. എന്ത് നാശമെങ്കിലും ആകട്ടെ. ഇവന്മാരൊക്കെ ഇങ്ങനെ കൂട്ട് നിന്നോണ്ടാ ഇവളുമാരെല്ലാം ഇങ്ങനെ തോന്നിവാസം നടക്കുന്നത്. ഇങ്ങനെ ഒരു ഗതികേട് ഇവിടെ വരില്ലെന്ന് വിചാരിച്ചാ ഞാൻ വിളിച്ചു പറഞ്ഞത്. എന്ത് നാശം അങ്ങനെ ചെയ്യും. കൊള്ളാം. എന്തായാലും അമ്മ പറഞ്ഞണക്കേ അപ്പുറത്ത് നടന്ന കാര്യം ഈ വീട്ടിൽ എന്തായാലും നടക്കത്തില്ല. ഒരു ഭർത്താവിൻ്റെ അടുത്ത് ഭാര്യനെ കുറിച്ച് വിളിച്ച് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെ കൊള്ളാം. ലോകത്ത് നടക്കുന്ന അങ്ങനെയല്ലേ, അതുകൊണ്ട് വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. ലോകത്ത് നടക്കുന്ന അല്ലമ്മേ. അപ്പൊ അമ്മയുടെ മോളും കൊച്ചുമോളും അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? ചേട്ടൻ അങ്ങ് ഗൾഫിലല്ലേ? അപ്പൊ അവിടെ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളായിരിക്കും നടക്കുന്നേ. എന്തുവാണ് നീ പറയുന്നത്? ഇല്ലായിരിക്കും അല്ലേ അമ്മേ? അത് അമ്മയുടെ സ്വന്തം മോളല്ലേ, ഞാൻ മരുമോളല്ലേ, അത് വ്യത്യാസമല്ലേ അല്ലേ അമ്മേ? എന്നെ അറിയാവുന്നതുകൊണ്ട് എന്നെ വിശ്വാസം ഉള്ളതുകൊണ്ട് എന്റെ ഭർത്താവ് അത് വിശ്വസിക്കത്തില്ല അമ്മ പറയുന്നത്. നേരെ മറിച്ച് വിശ്വാസം ഇല്ലാത്ത ഒരാളാണെങ്കിലോ? എനിക്ക് എന്റെ മോളെ ഭയങ്കര വിശ്വാസമാണ്. അമ്മേ, എല്ലാ പെൺപിള്ളേരും ഒന്നുപോലെയല്ല, അത് അമ്മയുടെ തെറ്റിദ്ധാരണ മാത്രം. പിന്നൊരു കാര്യം, വയറ്റിലെത്തുന്ന വിഷമേ ഒരാളെ മാത്രമേ കൊല്ലത്തുള്ളൂ. പക്ഷെ ചെവിയിലെത്തുന്ന വിഷം പല ബന്ധങ്ങളും തകർക്കും. അതെങ്ങനെയാ? ഞാൻ ആരോടാ പറയുന്നത്? ബന്ധം തകരാൻ കാത്തിരിക്കുന്നത്.